ഇവർ കുറച്ചു കാലം മുമ്പ് സ്വകാര്യ വിദേശ സർവകലാശാലകൾ വരുന്നതിനെപ്പറ്റി ഒരു സെമിനാർ, ആ സെമിനാറിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന നമ്മളുടെ ടി.പി. ശ്രീനിവാസൻ സാറിനെ വഴിയിലിട്ട് തല്ലിയ ആൾക്കാരാണ് ഇവർ. ഓർക്കണില്ലേ? SFI 74 വയസ്സോ മറ്റോ ഉണ്ടായിരുന്നു. ഒറ്റ അടി വെച്ച് പുള്ളി വീണുപോയി. നമ്മളൊക്കെ ടി വിയിൽ കണ്ടതാണ് ലൈവ്. ഇതൊരു മഹാഭാവം. നിങ്ങളുടെ എന്ത് പ്രതിഷേധമായിക്കോട്ടെ, ഇത്രയും പ്രായമുള്ള മനുഷ്യന് തല്ലി താഴെയിടുക, എന്നാൽ ആരെങ്കിലും വിവേകമുള്ളവരെ അദ്ദേഹത്തെ പിടിച്ചു പോകും? ഇല്ല, തന്നെത്താൻ എണീറ്റു ആ പാവം. ഈ മഹാപരാധം മുഴുവൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് തന്നെ ഇവർ ചെയ്യാൻ പോകുന്നു. ആദ്യം ഇവർ പോയിട്ട് ടി.പി. ശ്രീനിവാസൻ്റെ കാൽക്കൽ വീണ് സമസ്താപരാധം പറയണം. എൻ്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് വിവരക്കേട് കൊണ്ട് സംഭവിച്ചു എന്ന് പറയും. പുള്ളി അതിൻ്റെ പേരിലൊരു പെറ്റി കേസ് പോലും പുള്ളി കൊടുത്തിട്ടൊന്നുമില്ല. ഒന്നും ചെയ്തില്ല ആ മനുഷ്യൻ. ആരെയും വെല്ലുവിളിക്കാൻ പോയില്ല, ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തിൻ്റെ നേച്ചർ അങ്ങനെയാണ്, വളരെ സോഫ്റ്റ് സ്പോക്കനാണ്. പക്ഷേ ഇപ്പോൾ എടുത്ത തീരുമാനം വാസ്തവത്തിൽ ഇവർ 1 വർഷം മുമ്പ് എടുത്തതാണ്. അന്ന് പത്രത്തിൽ വന്നതാണ്. ആളുകൾ അത് മറന്നുപോയി. 1 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഐ തിങ്ക് 2 വർഷം 2023 ജാനുവരി റിപ്പബ്ലിക് ഡേ, ആ സമയത്താണ് ഇവരുടെ ഈ തീരുമാനം പത്രത്തിൽ വന്നത്. ഇപ്പോൾ എന്തോ വീണ്ടും പുതിയ തീരുമാനം എന്നുള്ള മട്ടിൽ വരുന്നു. ശരി, വരട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീരുമാനങ്ങൾ റീസൈക്കിൾ ചെയ്തിട്ട് പേരെടുക്കുന്നൊരു സ്വഭാവം രാഷ്ട്രീയക്കാർക്കുണ്ട്. പൊതുജനങ്ങളും ഇത് മറന്നു പോകും, ഇതിനു മുമ്പ് ഇവർ ചെയ്തതാണല്ലോ എന്നൊക്കെ. അന്ന് ഈ ചർച്ചയുണ്ടായിരുന്നു, നിങ്ങളെന്തിനാണ് ശ്രീനിവാസൻ സാറിനെ തല്ലിയതെന്നൊക്കെ. ഞാനിത് ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ ഇവരുടെ ഈ പത്രവാർത്ത വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് യാദൃച്ഛികമായിട്ട് ടി.പി. ശ്രീനിവാസൻ സാറിനെ ഞാൻ കണ്ടു. ആക്സിഡൻ്റലായിട്ട്, പ്ലാന്റല്ല. ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞ കാര്യം ഇപ്പോൾ ഇത് നടപ്പാക്കാൻ പോകുന്നല്ലോ. സാറ് പറഞ്ഞു, എനിക്കൊരു അടി കിട്ടിയാലെന്താ, അതൊന്ന് നടന്ന് കണ്ടാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.